വെൽക്കം ടു ക്വസ്റ്റ് കപ്പിൾ അഡ്വെഞ്ചേഴ്സ്. ഞങ്ങള് ഒർലാൻഡോയിൽ നിന്ന് നമ്മള് എവിടെയാ പോകുന്നത്? സാൻ ഫ്രാൻസിസ്കോയിൽ പോവാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് സൗത്ത് വെസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ചെക്കിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്ക്. അപ്പോൾ ഞങ്ങളിത് ട്രെയിൻ കയറാൻ പോവാണ്. ആ കാണുന്നതാണ് ഞങ്ങളുടെ ട്രെയിൻ. ഇങ്ങനത്തെ ഒരു ട്രെയിനിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ദ കറന്റ് അപ്ഡേറ്റ്. അങ്ങനെ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഗേറ്റിൻ്റെ ഏരിയയിലേക്ക് നമ്മളെത്തി. അപ്പോൾ കുറച്ച് സമയമുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റ് 7 മണിക്കാണ്, രാവിലെ 7 മണി. ഗൈസ്, ഞങ്ങൾ നടന്ന് ചെറിയൊരു നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഗേറ്റിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരാള് ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല ഇന്നത്തെ രാത്രി. ചേട്ടനിക്ക് കുറച്ച് ഉറങ്ങാൻ കിട്ടി. I did not sleep at all. Our boarding, we had to leave at 4 a.m. So I thought that നമ്മൾ ഉറങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് എണീക്കാൻ പറ്റത്തില്ല. ഒരാള് പോത്ത് മാതിരി ഉറങ്ങണ്ടായിരുന്നു. എല്ലാം മടിച്ചിട്ടും എനിക്കുണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് ഞാൻ ഉറങ്ങില്ല. സോ we are here guys. We're going to San Francisco. We are going. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റ് കണക്ഷൻ ഉണ്ട്. കണക്ഷൻ ഫ്ലൈറ്റ് ആണിത്, സൗത്ത് വെസ്റ്റിൻ്റെ. സോ ഇവിടുന്ന് നേരെ നമ്മൾ ഓസ്റ്റിൻ ടെക്സസിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ സാൻ ഹൊസെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. സാൻ ഹൊസെ, കാലിഫോർണിയ. സൗത്ത് വെസ്റ്റിലൊരു കാര്യമുണ്ട്. നമ്മുടെ സാധാരണ ലോക്കൽ ഫ്ലൈറ്റ് ലൈക്ക് ഫ്രണ്ടിയർ, സ്പിരിറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ബാഗ് കൊണ്ടുപോകാം, നമ്മുടെ ക്യാരി ഓൺ ബാഗ് കൊണ്ടുപോകാം, അതും ഫ്രീ ആയിട്ട്. നമ്മളിപ്പോൾ ഫ്രണ്ടിയർ, സ്പിരിറ്റ് അങ്ങനത്തെ എയർലൈൻസിൽ പോയി കഴിഞ്ഞാൽ അതേ നമ്മൾ അഡീഷണൽ പൈസ നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പം അതിൻ്റെ പകരം നമുക്ക് സൗത്ത് വെസ്റ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ കോസ്റ്റ് വരാണ്ട് നമുക്ക് പേഴ്സണൽ ബാഗും ക്യാരി ഓൺ കൊണ്ടുപോകാനുള്ള ഓപ്ഷനുണ്ട്. അത് ഭയങ്കര ഒത്തിരി ഉപകാരമാണ് നമ്മൾ ഫ്ലൈറ്റ് യാത്രകൾ ചെയ്യുമ്പോൾ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഫൈനലി ഫ്ലൈറ്റിൽ കയറി. സൗത്ത് വെസ്റ്റിന് ഒരു ഗുണമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് ഇരിക്കാം. ഓപ്ഷൻസ് അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ക്യാരി ഓൺ ഇപ്പോൾ ഇവിടെ ഒത്തിരി ഫുൾ ആയി കഴിഞ്ഞാൽ അവരത് ചെക്ക് ഇൻ ചെയ്യും ഫ്രീ ആയിട്ട്. അങ്ങനെയൊക്കെ ഒത്തിരി ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണെന്നുള്ള രീതി തോന്നുന്നില്ല. നമുക്ക് ഒരുമിച്ച് സീറ്റ് കിട്ടി, അതിനകത്ത് വിൻഡോ സീറ്റ് കിട്ടി. പിന്നെ ഒരുപാട് നമുക്ക് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അടുത്ത വെക്കേഷൻ ചെല്ലുമ്പോൾ കാണാം.
ഞങ്ങൾക്ക് അധികം ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. സാൻ ഹോസെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. റെന്റ് കാർ എടുക്കണമായിരുന്നു, അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ആക്ച്വലി സത്യം പറഞ്ഞെന്ന് ഇരിക്കണം. വണ്ടിക്കകത്ത് ഇരുന്നപ്പോഴാണ് ഇരുന്നത്, അതുവരെ ഓട്ടോ ആയിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ സാൻ ഹോസയിൽ ഇപ്പം ഞങ്ങൾ കറങ്ങി നടക്കുവാണ്. ഞങ്ങൾ വൈകിട്ട് ഹോട്ടലിൽ എത്തുകയുള്ളൂ. അപ്പം ഞങ്ങളിവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഇടയിലൊക്കെ നടന്നു. അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കൂടാൻ ചാൻസ് കിട്ടി. ഇപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് യാത്ര ചെയ്യാനുള്ള ടൈം കിട്ടിയത്. സ്വരമൊക്കെ ഇച്ചിരി സീനായിട്ടിരിക്കുകയാണ്, എന്നാലും ഞങ്ങൾ പറ്റുന്ന രീതിയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നമ്മളുടെ കാലിഫോർണിയ അമേസിങ് സ്പോട്ട്. ഇപ്പം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ സാൻ ഹോസെന്ന് നമ്മൾ ഒരു ലൊക്കേഷന് വന്നിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സ്ഥലമാണ് നമ്മളെ SF സാൻ ഫ്രാൻസിസ്കോ. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ സൂപ്പർ സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ഇച്ചിരി ഇന്ന് തണുപ്പുണ്ട്, അതാണ് ഞങ്ങളിങ്ങനെ ജാക്കറ്റിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല തണുത്ത കാറ്റാണ്. വെദർ ഇസ് ഗുഡ്, പക്ഷെ ഭയങ്കരമായിട്ട് കാറ്റടിക്കുകയാണ്. അപ്പോൾ കാറ്റടിക്കുന്നത് കൊണ്ട് അതാണ് ഞങ്ങൾ ഇവിടെ ഇച്ചിരി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നത്. ഐ മീൻ നമ്മൾ സാൻ ഹോസേന്റെ സൈഡിലായിരുന്നു നമ്മൾ ഈ പ്ലേസ് ഇപ്പോഴാണ് നമ്മൾ നോക്കണേ. ഈവൻ ദ ഡ്രൈവ് അപ്പ് ഹിയർ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. നമ്മളിത് കണ്ടപ്പോൾ വി ആർ ഇൻ ഓൾ ദ ടൈം. നല്ല രസമുണ്ട്. നമ്മൾ വീഡിയോസ് അയക്കുകയായിരിക്കും, ഷെയർ ചെയ്യായിരിക്കും. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ക്യാമറയിൽ എത്രത്തോളം നമുക്ക് ഈ വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് വിത്ത് യു വിഷ്വൽ ഐ യു ഹാവ് ടു കം. ഇവിടെ നമ്മളിവിടെ വന്ന് നമ്മളെ കണ്ണും കൊണ്ട് കാണുന്ന ഭംഗി നമുക്കൊരിക്കലും ക്യാമറയിൽ കിട്ടില്ല. എന്നാലും ക്യാമറയിൽ നമുക്ക് എത്രത്തോളം കാണിക്കാൻ പറ്റുന്നത് കാണിച്ച് തരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ സൂപ്പർ ബ്യൂട്ടിഫുൾ സ്ഥലമാണ് സാൻ ഫ്രാൻസിസ്കോ. അങ്ങനെ ഞങ്ങളെ യാത്രകളിങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്ലീസ് ടു സ്റ്റേ ട്യൂൺ വിത്ത് us and come along. നമ്മളിപ്പോൾ നേരെ കാണുന്നത് ചെറുതായിട്ട് ഞങ്ങൾ സൂം ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുക. പക്ഷേ ആ ഒരു റെഡ് കളറിൽ കാണുന്നതാണ് ആക്ച്വലി ദ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ബ്രിഡ്ജാണത്, ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. ആൻഡ് ആ പാലമാണ് വൺ ഓഫ് ദ ഫേമസ് ഇവിടുത്തെ വലിയ അട്രാക്ഷൻ. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ബേസിക്കലി ഇപ്പോൾ സിറ്റിയുടെ ഒരു ഭാഗം കണ്ടു. അപ്പോൾ അത് ഞങ്ങൾ നടന്നു വന്നപ്പം ഇവിടെ ഒരു വേറെ ലൊക്കേഷനിലേക്ക് വന്നു. ഇവിടെ അച്ചൊരു ഹൈക്കിംഗ് ചെറിയ ട്രെയിലുണ്ട്. അത് നമ്മൾ വന്നിരിക്കുന്ന ലൊക്കേഷൻ ഇത്ര പൊക്കമാണെങ്കിലും ഇനിയും മുകളിലേക്ക് കയറി വ്യൂ കാണാമെന്നുള്ളൊരു ഭംഗി നമുക്കിവിടെ കിട്ടി. ഒരു ചെറിയ ട്രക്കിംഗ് ട്രെയിലാണ്. ആ ചെറിയ ട്രക്കിംഗ് ട്രെയിൽ കയറി ഞങ്ങളിവിടെ മുകളിലെത്തി. നിങ്ങൾക്ക് മൈക്കൂടെ കേൾക്കാൻ പറ്റുമെന്ന് അറിയാം, ഭയങ്കര കാറ്റാണ്. എന്താ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കൊടുങ്കാറ്റ് മാതിരിയാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വെതറിൻ്റെ ഒരു സ്പെഷ്യലാണ്. ഇന്ന് വെയിലുണ്ട്, ക്ലിയർ സ്കൈസ് ആണ്, പക്ഷേ ഒരു മൗണ്ടൻ കാറ്റ് മാതിരിയാണ് ബേസിക്കലി ഇവിടെ. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, മുട്ടുക്കത്തെ വ്യൂ ആണ്. ആക്ച്വലി ഇനിയും പൊക്കത്തിൽ കയറി നമുക്ക് കാണാൻ പറ്റുന്നൊരു ട്രെയിലാണിത്, ശരി മൗണ്ടൻ ട്രെയിൽ മാതിരി. നിങ്ങളിപ്പോൾ ബാക്കിലൂടെ കാണുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ട്രെയിലുകളുണ്ട് കയറിപ്പോവാൻ. പക്ഷേ ബേസിക്കലി ഏറ്റവും മലയുടെ മേളിൽ സിറ്റി കാണാം എന്നുള്ളൊരു ഭംഗി നമുക്കിവിടെ കാണാൻ കിട്ടുന്നുണ്ട്. നമ്മളിത് ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഈ ഡോർ ഇത് ഓട്ടോമാറ്റിക്കലി തുടങ്ങുന്നത്. ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരാളിത് അകത്തേക്ക് ഇത് തന്നെ ഡോർ അടയ്ക്കും. നമ്മൾ വിചാരിക്കും ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ താഴേക്ക് കൊണ്ടുപോകുന്നല്ല, ഇത് താഴെ നമ്മളെ പൂട്ടും. 20 മിനിറ്റ് നമുക്ക് ടൈമർ തരും. ആ ടൈമർ 20 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡോർ ഓപ്പൺ ആകുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മളെ അവസാനം നമ്മൾ പുറത്തേക്ക് വന്ന് വീണ്ടും ഡോർ അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് അവർ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കയറ്റുള്ളൂ കേട്ടോ. നമുക്ക് എപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ കയറാൻ പറ്റില്ല.
ആ അങ്ങനെ അതെ നമ്മൾ ഡോർ ഇപ്പോൾ തുറന്നു. ആൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പുള്ളിയൊരു പുതിയ മനുഷ്യനായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഈ യാത്രയുടെ ഇടയിൽ ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി. ഞങ്ങൾക്ക് പെട്ടെന്നൊരു ചാൻസ് കിട്ടിയ ഒരു സംഭവമാണ്. ഞങ്ങൾ എടുത്തിരിക്കുന്ന വണ്ടിയെ കുറിച്ചാണ്. ബേസിക്കലി ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ എടുത്തൊരു വണ്ടിയാണ്. ഞങ്ങൾ ഏവിയസ് എന്ന് പറഞ്ഞൊരു റെൻ്റൽ കാറാണ്. അവിടെ നിന്ന് നമ്മളെടുത്ത വണ്ടിയാണ് ഈ ഫോർഡ് എസ്കേപ്പ് ആണ്, പുതിയ മോഡലിലെ വണ്ടി. അതാണ് ഞങ്ങളെ ബേസിക്കലി ഈ ഫുൾ യാത്ര ഞങ്ങളെ കൊണ്ടുപോകുന്നൊരു വാഹനം. അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് ഞങ്ങൾ ഈ വണ്ടി കൊണ്ടാണ് ഇനി പോകാൻ പോകുന്നത്. സാൻ ഫ്രാൻസിസ്കോ, കാലിഫോർണിയയൊക്കെ ഒരുവിധം നല്ല രീതിയിൽ കറങ്ങാൻ പോകുന്ന ഈ വണ്ടിയിലാണ്. അപ്പോൾ ഗായ്സ് ഞങ്ങളിത് സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിൽ ആക്ച്വലി എത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അതേ ഒരു അറ്റോണമസ് വണ്ടി നോക്കി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് ബേസിക്കലി ജസ്റ്റ് അറൈവിങ്. അപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കണ്ടറിയാം. വണ്ടി ഇതേ ഓൾമോസ്റ്റ് എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതേ ഇവിടെ ലൈറ്റ് അടിച്ച് വരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. അല്ല, പറ്റിച്ചു. ഓക്കെ. അപ്പം ഓൾമോസ്റ്റ് അറൈവിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് കണ്ടറിയാം എങ്ങനെയാണ് എക്സ്പീരിയൻസ്. ഇതാണ് ആപ്പ് വെയ്മോ, WAYMO. ഇതൊരു നല്ലൊരു മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്നാലേ അറിയാൻ പറ്റില്ല. വണ്ടി വന്നു, അറൈവിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് കം ഓൺ.
ഓക്കെ ഗൈസ്, ഞങ്ങളിപ്പോൾ ആക്ച്വലി നമ്മളുടെ കാലിഫോർണിയയിലൊരു നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന ഒരു ചെറിയൊരു അടിപൊളി സ്ഥലം. ഇറ്റ്സ് ഭയങ്കര ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലമാണ്. ഇറ്റ്സ് ആക്ച്വലി കോൾഡ് ദ ഹിസ്റ്റോറിക് ഡീറ്റ് ജെൻ ഇൻ റെസ്റ്റോറൻറ്റ്. അതാണ് ഇതിൻ്റെ അറിയപ്പെടുന്ന സ്ഥലം. മസ്റ്റ് കം. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. നല്ല ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു സ്ഥലമാണത്. ഇത് 1936 ആണ് ഇവർ പറഞ്ഞത്. ഇവർ 4 ഏക്കർ സ്ഥലം മേടിച്ചു. ഇവിടെ 4 ഏക്കർ സ്ഥലം മേടിച്ച് ഇത് ആക്ച്വലി ബാണായിട്ട് ഇത് കൺസിഡർ ചെയ്ത സ്ഥലമാണ്. അപ്പം ബാണിൽ നിന്ന് വരുന്നത് നേരെ ഒരു ഇംഗ്ലീഷ് വുമൻ ബാർബറ ബ്ലേക്ക് 1939 ഇവിടെ വന്നപ്പം പുള്ളിക്കാരത്തി ഇൻവെസ്റ്റ് ചെയ്ത് ഇത് വേറൊരു ഇതുപോലെ ഒരു ചെറിയൊരു മാതിരി റെസ്റ്റോറൻറ്റ് മാതിരി ആക്കി സെറ്റപ്പ് ചെയ്തൊരു സ്ഥലമാണിത്. അപ്പോൾ അന്നേരം തൊട്ട് ഇതൊരു റെസ്റ്റോറൻ്റായി മാറിയ ഒരു സ്ഥലമാണ്. How do you feel to be in California, baby? Beautiful? എനിക്ക് വാക്കുകളില്ല. നിങ്ങൾ കാലിഫോർണിയ വരുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു ദിസ്. സിറ്റിയൊക്കെ നിങ്ങൾ പിന്നെയും പോയാൽ എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസ് എന്തെങ്കിലും റിലേറ്റഡ് ജോലി കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. ബട്ട് ദിസ് ഇഫ് യു ആർ കമ്മിങ് ഫോർ കാലിഫോർണിയ വിസിറ്റ്, forget about the city. Nature is next level. This you cannot get in Florida. This you cannot get in Tennessee. This you cannot get in anywhere. എല്ലാ സ്ഥലത്തും എൻ്റെ പ്രത്യേകതയുണ്ട്. ആൻഡ് ദാറ്റ്സ് വൺ ഓഫ് ദ പ്ലേസസ് ഇസ് ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മൾ LA കാലിഫോർണിയനെ വിട പറയാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. Until then, stay tuned, subscribe and share our channel.